ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാര കരാറിൽ ഒപ്പുവെച്ച് ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും ആഗോള വ്യാപാരത്തിന്റെ മൂന്നിലൊന്ന് പ്രതിനിധീകരിക്കുന്ന സുപ്രധാന കരാറെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചു. അവസരങ്ങളുടെ ഭൂമിയാണ് ഇന്ത്യയെന്നും പ്രധാനമന്ത്രി. विश्व की दो सबसे बड़ी लोकतांत्रिक शक्तियां अपने संबंधों में एक निर्णायक अध्याय जोड़ रही है. आज भारत ने अपने इतिहास का अब तक का सबसे बड़ा फ्री ट्रेड एग्रीमेंट संपन्न किया है. ये सुखद संयोग है कि आज ही के दिन यूरोपियन यूनियन के 27 देशों के साथ भारत ये एफटीए कर रहा है. यह सिर्फ ट्रेड एग्रीमेंट नहीं है, यह साझा समृद्धि का नया ब्लूप्रिंट है. ഉറൂസുലയെയും ആന്റോണിയോ കോസ്റ്റയെയും പ്രകീർത്തിച്ച് നരേന്ദ്രമോദി കോസ്റ്റയെ ലിസ്ബണിലെ ഗാന്ധി എന്നാണ് അറിയപ്പെടുന്നത്. ഓവർസീസ് ഇന്ത്യൻ സിറ്റിസൺ ആണ് ഞാനെന്ന് ആന്റോണിയോ കോസ്റ്റ പറഞ്ഞു. But I'm also an overseas Indian citizen. I'm very proud of my roots in Goa, where my father's family came from. And the connection between Europe and India is something personal to me. പി ബസന്ത് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ബസന്ത്, ലോകം ഉറ്റു നോക്കുന്ന ഒരു ഉടമ്പടിയാണ്, ഒരു കരാറിലേക്കാണ് ഒപ്പുവെച്ചിരിക്കുന്നത്. അമേരിക്കയ്ക്ക് ശക്തമായ മറുപടി. 96% യൂറോപ്യൻ യൂണിയൻ ഉൽപ്പന്നങ്ങൾക്ക് തീരുവ ഇല്ലാതെ വരുന്നു എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട കാര്യമാണ്. പിന്നെ മറ്റ് ഇതര കരാറുകൾ, അത് പ്രതിരോധ രംഗത്തൊക്കെ ഉൾപ്പെടെയുള്ള കരാറുകൾ, അതിലേതൊക്കെയാണ് ഒപ്പുവെച്ചത്, എന്തൊക്കെയാണ് ഇതിന്റെ പ്രസക്തി കൂടി വിശേഷണങ്ങളായി പ്രധാനമന്ത്രി അടക്കം ഇരുപക്ഷത്തെയും മുതിർന്ന നേതാക്കളുടെയൊക്കെ തന്നെ പ്രതികരണങ്ങൾ കൂടി. പ്രജീഷ്, 27 യൂറോപ്യൻ രാജ്യങ്ങളുമായി ഉള്ള ഇന്ത്യയുടെ ഒരു കരാറാണ് ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഇന്ത്യ ഇപ്പോൾ ഒപ്പിട്ടിരിക്കുന്നത്. മദർ ഓഫ് ഓൾ ഡീൽസ് എന്നാണ് പ്രധാനമന്ത്രിയും ഈ കരാറിനെ വിശേഷിപ്പിച്ചത്. അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു വ്യാപാര കരാറാണ് ഇന്ത്യ ഇപ്പോൾ ഒപ്പുവച്ചിരിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ പ്രതിരോധ കരാറും ഇന്ത്യ ഒപ്പുവച്ചിട്ടുണ്ട്. ഗവേഷണ രംഗത്ത്, അതോടൊപ്പം തന്നെ സ്റ്റാർട്ടപ്പുകൾ, ഇന്നോവേഷൻ തുടങ്ങി വിവിധ മേഖലകളിലായി 12ഓളം കരാറുകളോ ധാരണാപത്രങ്ങളോ ഒക്കെയാണ് ഇന്ത്യ ഇപ്പോൾ യൂറോപ്യൻ യൂണിയനുമായി ഒപ്പുവെച്ചിട്ടുള്ളത്. ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് വ്യാപാര കരാർ തന്നെയാണ്. അതിൽ ഇന്ത്യയും യൂറോപ്പും തമ്മിലുള്ള വ്യാപാരത്തിൽ ഏകദേശം 90% വരുന്ന ചരക്കുകളുടെയോ സേവനങ്ങളോ ഒക്കെ തന്നെ നികുതി രഹിതമാകുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. പ്രധാനമായും ടെക്സ്റ്റൈൽസ്, ലെതർ, വൈനുകൾ, മദ്യം തുടങ്ങിയ മേഖലകളിലൊക്കെ തന്നെ വലിയ തോതിൽ നിരക്കുകൾ കുറയ്ക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. യൂറോപ്പിൽ നിന്ന് കാറുകൾ ഇറക്കുമതി ചെയ്യുന്നത് ഇപ്പോൾ കുറയുന്നു, അല്ലെങ്കിൽ അതിൻ്റെ നിരക്ക് കുറയുന്നു, ഇറക്കുമതി തീരുവ കുറയുന്നു. 110% വരെയാണ് കാറുകളുടെ ഇറക്കുമതി തീരുവ ഉള്ളത്. ഇതിപ്പോൾ 40% കൊണ്ടുവരുന്നു. പിന്നീട് കാലക്രമേണ ഇത് 10% കുറയ്ക്കുമെന്ന് ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. UK ഉണ്ടാക്കിയ കരാറിലും സമാനമായ ഒരു കരാറുണ്ട്. അതായത് കാറുകളുടെ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ചും ആഡംബര കാറുകളാണ്. 15,000 യൂറോയ്ക്ക് മുകളിൽ വില വരുന്ന കാറുകൾ ഇറക്കുമതി ചെയ്യുന്ന കാര്യത്തിലാണ് ഇത്തരത്തിൽ ഇറക്കുമതി തീരുവ കുറയ്ക്കുന്നത്. കാലക്രമേണ ഇന്ത്യയിൽ ഉൽപ്പാദനവും അതോടൊപ്പം തന്നെ കയറ്റുമതിയും ഉണ്ടാകും. ഇന്ത്യൻ കാറുകളുടെ കയറ്റുമതിക്കും ഇതിന് അനുമതി ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല, ഇലക്ട്രിക്കൽ വാഹനങ്ങളുടെ ബാറ്ററികളുടെ കാര്യത്തിൽ ഒരു സംരക്ഷണ വലയമുണ്ട്. 5 കൊല്ലത്തേക്ക് തീരുവയൊന്നും ചുമത്തേണ്ടതില്ല എന്നാണ് ഇപ്പോൾ കരാറിലുള്ളത്. വൈനുകളുടെ കാര്യത്തിൽ 20 മുതൽ 30% വരെ ഇറക്കുമതി തീരുവ ഇന്ത്യ കുറച്ച് കൊടുക്കുന്നുണ്ട് യൂറോപ്പിൽ നിന്നുള്ള വൈനുകളുടെ കാര്യത്തിൽ. മദ്യത്തിൻ്റെ കാര്യത്തിൽ ഏകദേശം 40% വരെ. പിന്നെ ഒലിവ് ഓയിൽ, മാർഗറൈൻ തുടങ്ങിയ കാര്യങ്ങൾ, പഴച്ചാറുകൾ ഇവയെല്ലാം തന്നെ കുറച്ച് കുറയുന്ന ഒരു സാഹചര്യമാണുള്ളത്. 67 ലക്ഷം കോടി രൂപയുടെ കയറ്റുമതി സാധ്യതകളാണ് ഇന്ത്യക്ക് ലഭിക്കുന്നതെന്നാണ് അല്പസമയം മുമ്പ് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയൽ വ്യക്തമാക്കിയത്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി. കേരളത്തിൽ നിന്ന് 3 ഉൽപ്പന്നങ്ങളാണ് അതിൽ എടുത്തു കാണിക്കുന്നത്. ഒന്ന് മത്സ്യബന്ധന മേഖല, അതായത് മത്സ്യ ഉൽപ്പന്നങ്ങൾ. ലോകമുറ്റുനോക്കിയ ചരിത്ര കരാറുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്.